ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിത് ഒരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്കാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഒരു ഡിസൈൻ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഞാൻ അളവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു XXL സൈസിലുള്ള ബ്ലൗസിൻ്റെ മാർക്കിംഗ് ആണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ഏകദേശം എല്ലാ മാർക്കിങ്ങും ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. സ്ലോപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ കൈക്കുഴി അതുപോലെ സീം അലവൻസ് എല്ലാം വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്തായിട്ട് ഇവിടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ ബ്ലൗസിൻ്റെ നെക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ നെക്ക് വിഡ്ത്തായിട്ട് എടുത്തേക്കുന്നത് 3.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ മേളിൽ ഒരു ചെറിയൊരു റൗണ്ട് നെക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ ഡെപ്തായിട്ട് ഞാൻ 3.5 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ രണ്ടും 3.5 ആണ്. അങ്ങനെ നമ്മൾ അവിടെ ഒരു ബോക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഞാനിവിടെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ടാണ് നെക്ക് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ നല്ല കറക്റ്റ് റൗണ്ട് അല്ലാതെ വരയ്ക്കാൻ കിട്ടുമെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ശേഷം നമുക്ക് താഴേക്ക് നമ്മുടെ ഒരു ഡിസൈൻ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി മാർക്ക് ചെയ്യാം നമുക്ക്. ഞാൻ താഴേന്ന് മേളിലേക്ക് ഒരു 4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മുടെ ഡിസൈനിന് വേണ്ടിയിട്ട് 4 ഇഞ്ച്, അപ്പോൾ താഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൗണ്ട് നെക്ക് നമ്മളിപ്പോൾ വരച്ചല്ലോ, ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് ഒരു റൗണ്ട് നെക്ക് നമ്മൾ മേളിൽ വരച്ചായിരുന്നല്ലോ, അതിൻ്റെ താഴേക്ക് ഞാൻ 1 ഇഞ്ചും കൂടി വിടുന്നുണ്ട്. കാരണം അവിടെ നമ്മൾ അടുത്ത ഡിസൈനിൻ്റെ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കവിടെ ഹൂക്കൊക്കെ വെക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ. പിന്നെ ഞാനൊരു 4.5 ഇഞ്ച് വിട്ടിട്ടാണ് അടുത്ത പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, താഴേക്ക് ഒരു 4.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ ആ 1 ഇഞ്ചും ഈ ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിൻറ്റും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളോട് ഞാൻ ഒരു സോറി പറയുകയാണ്. കാരണം ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഇതിൽ കാണാൻ പറ്റുന്നില്ല, മാർക്കിങ്സ് കാണാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായത്. അതുകൊണ്ട് ആദ്യമേ ഞാൻ നിങ്ങളോട് അതിന് മാപ്പ് പറയുകയാണ്. അപ്പം നമ്മൾ ഈ 2 ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് അടുത്തതാ ഇങ്ങനൊരു ലൈനും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ അടുത്ത് മാർക്ക് ചെയ്യുന്നത്, നമ്മൾ താഴേന്ന് ഒരു 4 ഇഞ്ച് വിട്ടായിരുന്നല്ലോ, താഴേന്ന് മുകളിലേക്കൊരു 4 ഇഞ്ച് വിട്ടായിരുന്നല്ലോ, ആ പോയിന്റിലേക്കാണ് കേട്ടോ ഇപ്പോൾ ഈ 2 ലൈൻസും കൂടി വരയ്ക്കുന്നത്. ഇനി നമുക്ക് അവിടെ ഒരു മറ്റേ സ്കാലപ്പ് പോലെ ഹാഫ് റൗണ്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്കും കൂടി ഒന്ന് ഇട്ടേക്കണേ. എന്നാലേ അടുത്ത ഈ വീഡിയോസ് വേറെ ആർക്കെങ്കിലുമൊക്കെ യൂട്യൂബ് ഒന്ന് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ സ്കാലപ്പ് നെക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ആദ്യം പറയുന്നുണ്ടായിരുന്നു, നമ്മൾ സ്കാലപ്പിന് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സെൻറ്റർ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ഞാൻ അതുപോലെ തന്നെ അവിടെ സെൻറ്റർ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് കർവ് ആ ലൈനിനോട് കൂടെ ചേർന്ന് തന്നെ കർവ് വേണമായിരുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹാഫ് സർക്കിൾ, ക്വാർട്ടർ സർക്കിൾ, ഇതിപ്പോൾ സ്കാലപ്പിൻ്റെ പകുതി ഭാഗം ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അതിനാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. ഇപ്പോൾ സെൻറ്റർ എന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ എൻഡ് പോർഷൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത് സെൻറ്റർ അല്ല, ഞാനിവിടെ സെൻറ്റർ എന്ന് ഉദ്ദേശിച്ചത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റാണ്. കാരണം അവിടെയാണ് നമുക്ക് കറക്റ്റ് കർവ് കിട്ടേണ്ടത്. എന്നാലേ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ടാവും. അത് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. കട്ട് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെ ആ കർവ് എങ്ങനെ കറക്റ്റായിട്ട് വന്നേക്കുന്നതെന്ന്. അപ്പോൾ നമുക്കിനി എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആദ്യമേ ഞാൻ ഈ പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ മറന്നുപോയി. അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ നെക്കിൻ്റെ, ഇപ്പോൾ നമ്മൾ നെക്ക് വരച്ച ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഇപ്പോൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയതായൊരു പ്രശ്നം വരുന്നില്ല. അടുത്ത് നമ്മൾ താഴേക്കുള്ള ആ പോർഷൻ കട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ കാര്യം നമ്മൾക്ക് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്കാലപ്പ് പോലെ ചെയ്ത ആ ഭാഗത്തത് താഴേന്ന് മുതൽ നമ്മൾ ഇപ്പോൾ ഇതാ സെൻറ്ററിൽ നിന്നാണ് കട്ട് ചെയ്ത് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ആ എൻ്റെ ലാസ്റ്റ് ആ സ്കാലപ്പ് പോർഷൻ്റെ ലാസ്റ്റ് വന്ന് നമ്മൾ പിന്നെ ആ ലൈനിലേക്ക് കയറുമ്പോഴാണ് നമ്മുടെ ആ കർവ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കർവ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ബ്ലൗസ് ചെയ്തത് ഒരു ഭംഗിയില്ലാതെ പോവും. എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുമ്പോഴല്ലേ അതിനൊരു പെർഫെക്റ്റ് ലുക്കില്ലെങ്കിൽ കാണുന്നവർ തന്നെ വിചാരിക്കില്ല ഇതെന്താ ഈ ബ്ലൗസ് എന്താ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. നമുക്കിത് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കർവ് കറക്റ്റായിട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ഇപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്ത ഈ പോർഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ വരുന്നത്. കണ്ടോ, ആ രണ്ട് നമ്മുടെ ആ ലൈനുമായിട്ട് ചേർന്ന് വരുന്ന ആ സ്റ്റാർട്ട് ചെയ്ത സ്കാലപ്പിൻ്റെ അവിടെ കണ്ടോ ആ ലൈനുമായിട്ട് വന്നതാണ്. പക്ഷേ നമുക്കത് അറിയാതെ കറക്റ്റ് കർവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ സെൻറ്റർ പോർഷൻ കണ്ടോ, അതും നല്ല നീറ്റായിട്ട് തന്നെ നമുക്കൊരു നല്ല ഹാഫ് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവിടെ രണ്ട് ഹൂക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നമ്മുടെ ബ്ലൗസ് ബാക്കിൽ നിന്ന് ഉള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് കട്ടിങ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് തരണേ. എന്നാലേ ഈ വീഡിയോ യൂട്യൂബ് വേറെ ആർക്കെങ്കിലും കൊടുക്കുള്ളൂ. ഒരു കുഞ്ഞ് യൂട്യൂബറിൻ്റെ അപേക്ഷയായി കാണണം പ്ലീസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.